SDPI ദേശീയ പ്രസിഡന്റ് MK ഫൈസിയെ ഡൽഹിയിൽ അറസ്റ്റ് ചെയ്ത ED നടപടിയിൽ പ്രതിഷേധിച്ച് SDPI എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. ആലുവ ബൈപ്പാസ് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രകടനം റെയിൽവേ സ്റ്റേഷൻ സ്ക്വയറിൽ സമാപിച്ചു. ഇന്ത്യ രാജ്യത്തെ 1925 മുതൽ പ്രവർത്തിച്ചു വരുന്ന RSSന്റെയും അതിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെയും നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും നേതൃത്വത്തിലുള്ള ഗവൺമെന്റിന്റെ ഒരു നാലാംകിട പണി ചെയ്യുന്ന ഏജൻസികളായി എല്ലാ അന്വേഷണ ഏജൻസികളും മുഴുവൻ ഭരണഘടനാ സ്ഥാപനങ്ങളും മാറിയ ഒരു ദുരന്ത കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, കഴിഞ്ഞ കാലങ്ങളിൽ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് ഭരിച്ച മുഴുവൻ പ്രിയപ്പെട്ടവരെ നമുക്കറിയാം, അദാനി എന്ന് പറയപ്പെടുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഏറ്റവും ഉറ്റ ചങ്ങാതി, ആ ചങ്ങാതിയുടെ പേരിൽ 20,000 കോടി രൂപയുടെ കള്ളപ്പണക്കേസ് ഇന്ത്യയിലും ദുബായിലുമായി നിലനിൽക്കുമ്പോൾ എന്തുകൊണ്ടാണ് അദാനിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് രാജ്യത്തിന്റെ ജയിലുകളിലേക്ക് കൊണ്ടുവരാത്തത്? MK ഫൈസിയെ പോലെയുള്ള സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയെ പോലെയുള്ള രാജ്യത്തെ പോരാട്ട പ്രസ്ഥാനത്തിന്റെ ഒന്നാം നിരക്കാരന് കടചേർത്ത് വെക്കാൻ ശക്തിപരമായി ഉയർത്തുന്ന ഈ താല്പര്യം എന്താണെന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. ഈ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികൾക്ക് ബോധ്യമുണ്ട്. പൗരത്വ പ്രക്ഷോഭത്തിന് രാജ്യം കണ്ട ഐതിഹാസികമായ പൗരത്വ പ്രക്ഷോഭത്തിന് ആദ്യമായി തുടക്കം കുറിച്ചത് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ആയിരുന്നു. അതിനുശേഷം ഇപ്പോഴിതാ ലക്ഷക്കണക്കിന് ഏക്കർ ഭൂമി ഉൾപ്പെടുന്ന ഈ രാജ്യത്തെ വഖഫ് സ്വത്ത് കാർന്നെടുക്കാൻ RSS നിയമിച്ച കുടിലമായ വഖഫ് നിയമത്തിന്റെ പിൻബലത്തിൽ രാജ്യത്തെ കോടിക്കണക്കിന് മുസ്ലിം സമുദായത്തിന്റെ സ്വത്ത് അപഹരിക്കാൻ ഇന്ത്യൻ പാർലമെന്റിൽ RSS നിയമം കൊണ്ടുവരുമ്പോൾ അരുത് കാട്ടാട എന്ന് പറഞ്ഞ് രാജ്യത്തിന്റെ തെരുവുകളിൽ മുഷ്ടി ചുരുട്ടിക്കൊണ്ട് പ്രക്ഷോഭം നടത്തി ലക്ഷോപലക്ഷം ആളുകളെ ഇന്ത്യൻ തെരുവുകളിൽ പ്രക്ഷുബ്ധരാക്കാൻ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ഞങ്ങളുടെ പ്രസിഡന്റ് MK ഫൈസിയുടെ പ്രഖ്യാപനമായിരുന്നുവെങ്കിൽ ആ ഫൈസിയെ കാരാഗൃഹത്തിലടക്കാൻ നിങ്ങളുടെ അമിതമായ ആവേശമുണ്ടല്ലോ, ആ ആവേശത്തെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ചുണക്കുട്ടികൾ ഇന്ത്യൻ തെരുവിൽ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യുമെന്ന് ഈ സായം സന്ധ്യയെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞങ്ങൾ പറയുകയാണ്. വിശ്വസിച്ചിരിക്കുന്നത് തടവറ കൊണ്ടും ജയിലറ കൊണ്ടും തങ്ങളുടെ നെഞ്ചിൽ കുത്തിയിരിക്കുന്ന നക്ഷത്രത്തിന്റെ വലുപ്പം കൊണ്ടും കൈപ്പിടിയിൽ ഒതുക്കിയിരിക്കുന്ന ലാത്തിയുടെ വലുപ്പം കൊണ്ടും ഈ സോഷ്യൽ ഡെമോക്രാറ്റുകളെ, ഈ നക്ഷത്രാങ്കിത രക്തഹരിത പതാകയെ ഭയപ്പെടുത്താമെന്നാണോ? സാധ്യമല്ല. സ്വാതന്ത്ര്യ സമര പോരാളികൾക്ക് താൽക്കാലികമായ വിശ്രമ മുറികളാണ് രാജ്യത്തിന്റെ ജയിലറകൾ എന്ന് വിശ്വസിക്കുന്ന പോരാളികളാണ് ഞങ്ങൾ. RSS വിലക്കുന്ന തടവറകളെ പൂമാലകളായി സ്വീകരിച്ചുകൊണ്ട് ഈ രാജ്യത്ത് ഒരു രണ്ടാം സ്വാതന്ത്ര്യ സമര പോരാട്ടം അനിവാര്യമായി വന്നാൽ ജീവനും ജീവിതവും കൊടുത്തുകൊണ്ട് ആ പോരാട്ടത്തിന് നേതൃത്വം നൽകുന്നത് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ വൈകിയ സംസ്ഥാന സമിതി അംഗങ്ങളായ VK ഷൗക്കത്ത് അലി, VM ഫൈസൽ, ജില്ലാ പ്രസിഡന്റ് അജ്മൽ K മുജീബ, ജില്ലാ വൈസ് പ്രസിഡന്റ് നിഷ ടീച്ചർ, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ഷമീർ മാനാലി, KM ലത്തീഫ്, സെക്രട്ടറിമാരായ NK നൌഷാദ്, നാസർ എളമന, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ K മുഹമ്മദ്, ഷമീർ, അറഫ മുത്തലിബ, സിറാജ് കോയ, കമ്മിറ്റി അംഗങ്ങളായ അലോഷ്യസ് കൊളന്നൂർ, മണ്ഡലം പ്രസിഡന്റുമാരായ KM അബു സാദിഖ് ഏലുക്കര, PP മൊയ്തീൻ കുന്നെ തുടങ്ങിയവർ നേതൃത്വം നൽകി. ആലുവ ലൈവ് ന്യൂസിന് വേണ്ടി സിദ്ദീഖ് കാരക്കാടിനൊപ്പം സനൂപ് കളമശ്ശേരി.